ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. എന്തൊക്കെയാണ് എന്റെ മക്കളെ വിശേഷം? സുഖായിരിക്കുന്നോ? എന്തൊക്കെയാ പഠനം എവിടെ എത്തി? എപ്പോഴും മിസ് ഇങ്ങനെ തുടങ്ങുമ്പോ എപ്പോഴും പഠനം എവിടെ എത്തി എന്ന ചോദ്യം ചോദിച്ചിട്ട് മക്കൾക്ക് എന്നാ ചോദ്യത്തിനോട് ഒരുതരം ദേഷ്യം തോന്നുന്നുണ്ടാ? ഇല്ല അല്ലെ? നമ്മൾ എന്താണ് പഠിക്കണോ അല്ലെ? അപ്പൊ അതാണ് മിസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എവിടെ എത്തിയെന്ന്. എന്റെ മക്കള് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ആയിട്ടാണ് ഇരിക്കുന്നത് ക്ലാസ് കേൾക്കാന്, ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയും വരെയാണ് തുടങ്ങി വെച്ചത്? എന്തൊക്കെയായിരുന്നു നമ്മള് അല്ലെ? 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജിയോഗ്രഫിയിലെ 3ാം ചാപ്റ്റർ ആയ വാട്ടർ റിസോഴ്സസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ തുടങ്ങി വെച്ചായിരുന്നു. അപ്പൊ അത് ക്ലാസ് കേൾക്കാത്ത പിള്ളേർ എന്ത് ചെയ്യാം? പാർട്ട് 1 സെക്ഷനിൽ പോയിട്ട് കേൾക്കാം അല്ലെ? നമ്മുടെ ഭൂമി എപ്പോഴും എന്താണ്? ബ്ലൂ പ്ലാനറ്റ് ആണെന്നൊക്കെ നമ്മൾ എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? മൾട്ടി പർപ്പസ് പ്രോജക്ട്സുകൾ പറഞ്ഞു അല്ലെ? റിസോഴ്സസ് മാനേജ്മെന്റ്. ഇനി നമ്മൾ എന്താ നോക്കുന്നത്? മൾട്ടി പർപ്പസ് റിവർ പ്രോജക്റ്റുകളും അതുപോലെ ഇന്റഗ്രേറ്റഡ് വാട്ടർ റിസോഴ്സസ് മാനേജ്മെന്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷനും അർബണൈസേഷനും എന്തിനു സംഭവിച്ചു? ഫ്രഷ് വാട്ടർ റിസോഴ്സസ് ഡ്യൂ ടു ദ ഹൈ വാട്ടർ ആൻഡ് പവർ കൺസംഷൻ ഓഫ് ഇൻഡസ്ട്രീസ്. അതെന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? റിസോഴ്സസ് മാനേജ്മെന്റിന് എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് എന്താണ്? ഡാം. ഡാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡാംസ് ആർ ബിൽറ്റ് നോട്ട് ജസ്റ്റ് ഫോർ ഇറിഗേഷൻ. എന്താണ്? ഇറിഗേഷന് മാത്രമല്ല, ബട്ട് ഫോർ ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടി ഡാം ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? വാട്ടർ സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സ്, ഫ്ലഡ് കൺട്രോൾ, പിന്നെ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? ഇൻലാൻഡ് നാവിഗേഷൻ ആൻഡ് ഫിഷ് ബ്രീഡിങ്ങിനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡാംസ് ഉപയോഗിക്കുന്നത് അല്ലെ? നമുക്ക് തൊട്ടടുത്ത് ഡാമുകൾ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഡാമിന്റെ സ്ട്രക്ചർ? എപ്പോഴും എങ്ങനെയായിരിക്കും? എന്റെ മക്കൾക്ക് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാവും എപ്പോഴും ഡാം എങ്ങനെയാണ് അല്ലെ? ഡാം ഈസ് എന്ന് പറഞ്ഞാൽ വാൾ ബിൽറ്റ് ആണ് അക്രോസ് എ റിവർ ഓർ സ്ട്രീം ഓർ ബ്ലോക്ക് ആണ് അല്ലെ? കൺട്രോൾ ഓർ സ്ലോ ഡൗൺ ദ ഫ്ലോ ഓഫ് വാട്ടർ. ഒരു ഫ്ലഡ് വന്നപ്പോ 2012 നമ്മുടെ ഫ്ലഡ് വന്നത്. ആ ഫ്ലഡ് വന്ന സമയത്ത് എന്താണ്? ഡാം ഒക്കെ തുറന്നു അല്ലെ? ദിസ് ഓഫൻ ക്രിയേറ്റ്സ് എ റിസർവോയർ ഓർ ലേക്ക് ബിഹൈൻഡ് ദി ഡാം എന്ന് പറയുന്നത് എന്താണ്? റിസർവോയർ ആണ് റേദർ ദാൻ ദ സ്ട്രക്ചർ അല്ലെ? അപ്പൊ ഇവിടെ കാണാം സ്ട്രക്ചർ ഓഫ് ഡാം എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത് മിസ് മക്കളെ? മോസ്റ്റ് ഡാംസ് ഇൻക്ലൂഡ് എ സെക്ഷൻ കോൾഡ് എ സ്പിൽ വേ ഓർ വയർ ഡിസൈൻഡ് ഫോർ ദ controlled release of water either intermittently or continuously. Okay, അപ്പൊ സ്ട്രക്ചർ ഓഫ് ഡാംസ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്? അതിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ യൂസേഴ്സ് അനുസരിച്ചിട്ട് ഡാംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 പ്രൈമറി ടൈപ്സ്. ന്റെ 3 പ്രൈമറി ടൈപ്സ് ആണ്. ഈ ഡാമുകളൊക്കെ നിങ്ങൾക്ക് പിക്ചർ കാണാമല്ലോ, മനസ്സിലായല്ലോ ഏതൊക്കെയാണ്? ടിംബർ ഡാം, പിന്നെന്താ സെക്കൻഡ് വൺ എന്താണ്? എംബാക്ക്മെന്റ് ഡാം, മൂന്നാമത്തെ എന്താണ്? മെസ്നോരി ഡാം അല്ലെ? മൂന്നും അതിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എന്താണ്? പ്രധാനമായിട്ടും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ? ടിംബർ ഡാം, എംബാക്ക്മെന്റ് ഡാം ആൻഡ് മെസ്നോരി ഡാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ യൂസസ് എന്തിനാന്ന് നോക്കാം. യൂസസ് ഓഫ് ഡാം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് പ്രധാനമായിട്ടും ഡാം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇറിഗേറ്റിംഗ് ദ ഫീൽഡ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിട്ട് നമുക്ക് പറയാം? ഇറിഗേറ്റിംഗ് ദ ഫീൽഡ്. സെക്കൻഡ് വൺ എന്ത് പറയാം? യൂസ്ഡ് ഇൻ ഇലക്ട്രിസിറ്റി ജനറേഷൻ അല്ലെ? കറണ്ട് കിട്ടിയത് നമുക്ക് വെള്ളത്തിൽ നിന്നല്ലേ? ഏതൊക്കെയായിരിക്കും? നമുക്ക് സത്ലജ് ബാസ് റിവർ ബേസിൻ. പിന്നെന്താണ്? ബക്രാനങ്കൽ ഡാം ഈസ് യൂസ്ഡ് വൈഡ്ലി ഫോർ ഹൈഡൽ പവർ പ്രൊഡക്ഷൻ ആൻഡ് ഇറിഗേഷൻ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡാമിന്റെ യൂസേജസുകളാണ് നമ്മൾ പറയുന്നത്. സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ്. നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസസിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡാം ഉപയോഗിക്കുന്നുണ്ട്. ഫോർത്ത് പോയിന്റ് എന്താണ്? യൂസ്ഡ് ടു സപ്ലൈ വാട്ടർ ഫോർ ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറിങ്. ഡൊമസ്റ്റിക് യൂസസിന് മാത്രമല്ല, ഇൻഡസ്ട്രീസ് യൂസസിനും മാനുഫാക്ചറിങ് യൂസസിനും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡാം ഉപയോഗിക്കുന്നുണ്ട്. യെസ്. അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? യൂസസ് ഇൻ ഫ്ലഡ് കൺട്രോൾ. ഫ്ലഡ് വെള്ളപ്പൊക്കം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡാം ഉപയോഗിക്കുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എന്താ പറയുന്നത്? ഹിരാക്കുഡ് ഡാം ഇൻ ദ മഹന്തി ബേസിൻ യൂസ്ഡ് ഫോർ ഫ്ലഡ് കൺട്രോൾ. സിക്സ്ത് പോയിന്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? യൂസ്ഡ് റീക്രിയേഷണൽ പർപ്പസസ്. എന്താണ്? വാട്ടർ പാർക്സ് ഇതൊക്കെ പറയാം. സെവൻത് പോയിന്റ് ആണ് ഇൻലാൻഡ് നാവിഗേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്? ഫിഷ് ബ്രീഡിംഗ്. അപ്പൊ എന്താണ് യൂസസ് ഓഫ് ഡാം എന്ന് പറയുമ്പോൾ? ഇറിഗേറ്റിംഗ് ദ ഫീൽഡ്, ഇലക്ട്രിസിറ്റി ജനറേഷൻ, പിന്നെന്താ? മൂന്നാമത്തെ പോയിന്റ് എന്താ? സപ്ലൈ ഫോർ ഡൊമസ്റ്റിക് പർപ്പസസ്. ഫോർത്ത് പോയിന്റ് എന്താണ്? യൂസ്ഡ് ടു സപ്ലൈ വാട്ടർ ഇൻഡസ്ട്രീസ് ആൻഡ് മാനുഫാക്ചറിംഗ്.
അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഫ്ലഡ് കൺട്രോൾ. ആൻഡ് ലാസ്റ്റ് 6th പോയിന്റ് എന്താണ്? റീക്രിയേഷണൽ പർപ്പസസ്. 7th പോയിന്റ് എന്താണ്? യൂസ്ഡ് ഇൻ ഇൻലാൻഡ് നാവിഗേഷൻ. ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഫിഷ് ബ്രീഡിംഗ്. ഓക്കെ, ഇനി എന്താണ്? ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒരു സംഗതിക്ക് നെഗറ്റീവ് ഉണ്ടായിരിക്കും, പോസിറ്റീവ്സ് ഉണ്ടായിരിക്കും. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് ഡാം എന്താണ്? എപ്പോഴും എന്താണ്? ഇന്റർപ്രറ്റഡ് ഫ്ലോ ഓഫ് വാട്ടർ which caused the irregular flow of sediments. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ലോക്കൽ പീപ്പിൾ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദെയർ ലാൻഡ് അല്ലെ. അപ്പൊ അതിന് തൊട്ടടുത്തുള്ള ആൾക്കാർ അവിടെ നിന്ന് എന്ത് ചെയ്യും? മാറ്റിപ്പാർപ്പിക്കും. അതൊക്കെ എന്താണ്? അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. മൂന്നാമത്തെ പോയിന്റ് എന്ത് സംഭവിക്കുന്നു? ഇക്കോളജിക്കൽ ഇംബാലൻസ് സംഭവിക്കുന്നുണ്ട്. നാലാമത്തെ പോയിന്റ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇൻക്രീസ് ഇൻ സോഷ്യൽ ഗ്യാപ്പ് സംഭവിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഡാംസ് ഫെയിൽഡ് ടു കൺട്രോൾ ഫ്ലഡ്. നമുക്കിപ്പോ വന്ന് വെള്ളപ്പൊക്കം വന്നപ്പോഴേക്കും അത് ഡാമിന് എന്താണ്? ഫെയിൽഡ് ആണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. ഡാമിന് എന്ത് സംഭവിച്ചു? വെള്ളപ്പൊക്കം കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെന്താ ഇവിടെ പറയുന്നത്? ഇപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡാം പറഞ്ഞു, അതിന്റെ സ്ട്രക്ചർ പറഞ്ഞു, അതിന് എന്ത് പറഞ്ഞു? യൂസേജസ് പറഞ്ഞു, അതുപോലെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു. ഡാമിനെ എന്തൊക്കെ രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്? ലാർജ് ഡാം, മേജർ ഡാം, ലോ ഡാംസ്, മീഡിയം ആൻഡ് ഹൈ ഡാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് സ്പീസീസ് ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ മൂവിംഗ് ബിറ്റ്വീൻ. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഫ്രാഗ്മെന്റേഷൻ ഓഫ് റിവേഴ്സ് അല്ലെ. ഡാംസ് എന്ന് പറയുന്നത് ഫിസിക്കലി ഫ്രാഗ്മെന്റഡ് റിവർ സിസ്റ്റം ആണ്. അതൊക്കെ എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ എന്താണ് പറയുന്നത്? അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ഡാം എന്തായിരിക്കും? ദിസ് റിസൾട്ട് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് റോക്കിയർ സ്ട്രീം ബെഡ്സ് ആൻഡ് നെഗറ്റീവ്ലി ഇമ്പാക്ട് അക്വാറ്റിക് ഹാബിറ്ററ്റ്സ്. ഓക്കെ, പിന്നെ അഡ്വേഴ്സ് ഓഫ് ഇഫക്ട് പുവർ സെഡിമെന്റ്സ് ഫ്ലോ, അതൊക്കെ നമ്മൾ പറഞ്ഞു. അത് മീൻസ് നമ്മൾ എന്താണ്? ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതിൽ അല്ലെങ്കിൽ ഡാമിന്റെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺസിൽ സംഭവിക്കാം. അതായത് എന്താണ് ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഷിഫ്റ്റിംഗ് ടു വാട്ടർ ഇന്റൻസീവ് ആൻഡ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. പിന്നെ എന്താ പറയാം? ദിസ് ഹാസ് എ ഗ്രേറ്റ് ഇക്കോളജിക്കൽ കോൺസിക്വൻസസ് എന്ന് പറയാം. ഓക്കെ, പിന്നെന്താ? റിസോഴ്സസ് മാനേജ്മെന്റിലെ ഫസ്റ്റ് വൺ ആണ് പറയുന്നത് നർമ്മദ ബച്ചാവോ ആൻഡോൾ എന്ന് പറയുന്നത് എന്താണ്? NGO that opposed the construction of the Sardar എന്താണ്? സരോവർ ഡാം ഓൺ ദ നർമ്മദ റിവർ ഇൻ ഗുജറാത്ത് ഇൻ ഇന്ത്യ. ഓക്കെ, പിന്നെന്താ? നർമ്മദ ബച്ചാവോ എന്ത് പറയുന്നുണ്ട്? ദ മൂവ്മെന്റ് ഹൈലൈറ്റഡ് ദ ക്വസ്റ്റ്യൻസ് അബൌട്ട് സാക്രിഫൈസസ് മെയ്ഡ് ഫോർ ദ നേഷൻസ് ഡെവലപ്മെന്റ്. പിന്നെ എന്താ പറയുന്നത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. എന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാല്? എന്ന് വെച്ചാൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കാം? RWH എന്ന് പറയുന്നത് കളക്റ്റഡ് ആൻഡ് സ്റ്റോറേജ് ഓഫ് റെയിൻ വാട്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വെള്ളം എന്താണ്? കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത്. അവിടെ കാണുന്നല്ലോ പിക്ചറില്. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഇൻവോൾവ്സ് കളക്റ്റീവ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഫോർ വാരിയസ് യൂസസ്. ഒരുപാട് യൂസസിന് വേണ്ടിയിട്ട്. അതെന്താണ്? പണ്ട് മുതൽക്കേ ഉണ്ട്, പണ്ട് മുതൽക്കേ ഉണ്ട്. അതായത് പണ്ട് രീതിയിൽ ഏതൊക്കെയാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ ആണ് പറയുന്നത്. അതായത് ഇറ്റ് ഹാസ് ഓൾസോ നമ്മൾ പറഞ്ഞു അല്ലെ, ഓൾട്ടേർഡ് ദ സോഷ്യൽ ലാൻഡ്സ്കേപ്പ് ബൈ ഇൻക്രീസിംഗ് ദ വെൽത്ത് ഗ്യാപ്പ് ബിറ്റ്വീൻ ലാൻഡ് ഓണേഴ്സ് ആൻഡ് ലാൻഡ്ലെസ് ഇൻഡിവിജ്വൽസ്. പിന്നെ എന്താണ്? ഇറിഗേഷൻ ഹാസ് ലെഡ് ടു ചേഞ്ചസ് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺസ് വിത്ത് ഫാമേഴ്സ് ഷിഫ്റ്റിംഗ് ടു വാട്ടർ ഇന്റൻസീവ് ആൻഡ് കൊമേഴ്ഷ്യൽ ക്രോപ്സ്. നമുക്ക് അഗ്രികൾച്ചറിൽ പഠിക്കാനുണ്ട് ഇന്റൻസീവ് ഫാമിംഗ്, പിന്നെ എന്താണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്താണെന്ന് നമുക്ക് എന്താണ് അഗ്രികൾച്ചർ എന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? റെയിൻ വാട്ടർ സ്റ്റോർഡ് ഇൻ ദിസ് ടാങ്കിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ റിലയബിൾ സോഴ്സസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് ഡ്യൂറിംഗ് ബൈ സീസൺസ്. അതെന്താണ്? റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഈസ് കോമൺ ഇൻ ഷില്ലോങ് ആണ്, മേഘാലയ. അവിടെയൊക്കെയാണ് എന്ത് പറയുന്നത്? അത് ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയുന്നത് തമിഴ്നാടാണ്. ഹാസ് റൂഫ് ടോപ്പ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് കമ്പൽസറി ഫോർ ഓൾ ഹൗസസ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത് ലീഗൽ പ്രിവിഷൻസ് ഫോർ എൻഫോഴ്സ്മെന്റ്. തമിഴ്നാട്ടിലായിരുന്നു അതെന്തായിരുന്നു കമ്പൽസറി ആയിട്ടുള്ളത്. എല്ലാ വീട് പണിയുമ്പോഴും ഇങ്ങനെ കമ്പൽസറി ആയിട്ടുള്ളത് എവിടെയായിരുന്നു? തമിഴ്നാട്ടിലായിരുന്നു. പിന്നെ എന്താണ്? ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ. അത് നിങ്ങൾക്ക് ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. എന്താണ് ഈ ബാംബു ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്? അത് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും? ഇൻ മേഘാലയയിൽ 200 വർഷം മുന്നേ എന്തുണ്ടായിരുന്നു? ബാംബു പൈപ്പ് സിസ്റ്റം ഉണ്ടായിരുന്നു. കണ്ടല്ലോ പിക്ചറില്. അതായിരുന്നു ആ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്പോർട്ട് വാട്ടർ ഓവർ ലോങ് ഡിസ്റ്റൻസസ് ആൻഡ് റിലൈസ് ഇറ്റ് ടു പ്ലാന്റ്സ് ഇറ്റ് ഫ്രം ടൈനി ഡ്രോപ്സ്. ഇത്രയാണ് ഈ ചാപ്റ്റർ. നമ്മൾ എന്താണ് വാട്ടർ റിസോഴ്സസും ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താന്ന് പറഞ്ഞു, ഡാം എന്താന്ന് പറഞ്ഞു,
അതിന്റെ യൂസേജസ്, അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്, പിന്നെ എന്താണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം. ഇതിനകത്ത് 2-3 ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്റെ മക്കൾ എന്ത് ചെയ്യണം, അത് പഠിച്ചിട്ട് വരണം. എന്തൊക്കെയായിരിക്കും? വാട്ട് ഈസ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ ആൻഡ് വാട്ട് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ എന്താന്ന് ചോദിച്ചു, അത് പഠിക്കണം. പിന്നെ എന്താണ്? വാട്ട് ആർ ഡാംസ്, ഹൗ ഡു ദീസ് ഹെൽപ് ടു കൺസേർവ് ആൻഡ് മാനേജ് വാട്ടർ. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? എക്സ്പ്ലെയിൻ വിത്ത് 4 എക്സാമ്പിൾസ് വൈ മൾട്ടി പർപ്പസസ് പ്രോജക്ട്സ് ആർ ഹാർംഫുൾ ഫോർ ദ കൺട്രി. ഓക്കെ. അപ്പൊ ഇത്രയും എന്താണ് ഇന്നത്തെ ചാപ്റ്റർ മൊത്തം എന്താ പഠിക്കുകയും വേണം. 3 ക്വസ്റ്റ്യൻസ് എന്താണ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതെന്തായിരിക്കും, അതും പഠിച്ചിട്ട് വരണം. അതിന്റെ ആൻസർ എന്തായിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.